കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് IT ജീവനക്കാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്ന വാർത്ത നമ്മളിലേക്ക് എത്തുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ACP T ഫറാഷ് കൂടി ചേരുന്നുണ്ട്. സർ, അതിവേഗമാണ് ഇത്തരത്തിൽ ഈ പ്രതിയിലേക്ക് എത്തുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിൽ ഇയാളിലേക്ക് അന്വേഷണം എത്തുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രതിയെക്കുറിച്ച് ഒരു ഇൻഫർമേഷനും ഉണ്ടായിരുന്നില്ല. ഫോട്ടോയോ അതല്ലെങ്കിൽ പേരോ ഫോൺ നമ്പറോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വിക്ടിമിനെ സംബന്ധിച്ചിടത്തോളം പ്രതി എന്ന് സൂചിപ്പിക്കാനുള്ള ഒരു ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. നമ്മൾ ഈ ഒരു ഒഫൻസ് കേന്ദ്രീകരിച്ച് ആ സ്ഥലം കേന്ദ്രീകരിച്ച് നടത്തിയ ക്യാമറകൾ, അതുപോലെ തന്നെ വാഹനങ്ങളുടെ മൂവ്മെന്റ്, ഇതെല്ലാം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് നമുക്ക് പ്രതിയിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത്. നിലവിൽ പ്രതി കുറ്റം സമ്മതിച്ചു. നിലവിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയായിരിക്കും തുടർന്നുള്ള അന്വേഷണം? ഇനി കൂടുതലായിട്ടുള്ള ഇതിന്റെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് അതിന്റെ മറ്റ് പ്രതിയുടെ മൂവ്മെന്റ് കാര്യങ്ങളെല്ലാം ശേഖരിച്ച് അതെല്ലാം ഫോറൻസിക് പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. കോടതിയിൽ ഇതെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും ഇത്തരത്തിൽ വർക്കിംഗ് വിമൻസ് കൂടുതലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവർക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. കാരണം ഒരു ഹോസ്റ്റലിൽ ഉറങ്ങിക്കിടക്കുന്ന യുവതിക്ക് നേരെയാണ് ഇത്തരത്തിലൊരു ലൈംഗിക അതിക്രമം ഉണ്ടായിരിക്കുന്നത്. അതിലിനി കേരള പോലീസിന്റെ എന്തെല്ലാം ഇടപെടലാണ്? കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് നമ്മൾ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ വളരെ ആക്റ്റീവായിട്ടുള്ള പെട്രോളിങ്ങും അതുപോലെ നൈറ്റ് ചെക്കിങ്, പിങ്ക് പെട്രോളിംഗ്, ഇതെല്ലാം നമ്മളിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കൂടുതൽ ഇന്റൻസിഫൈ ചെയ്യാനും ഇവിടുത്തെ ഈ ഹോട്ടലുകൾ, അതുപോലെ ലോഡ്ജുകൾ, താമസിക്കുന്ന സ്ഥലങ്ങൾ, ലേഡീസ് താമസിക്കുന്ന സ്ഥലങ്ങൾ, അവയെല്ലാം കേന്ദ്രീകരിച്ച് കൂടുതൽ നിരീക്ഷണം ശക്തമാക്കാനുള്ള നടപടികൾ പോലീസ് ചെയ്യുന്നതാണ്. അതുതന്നെയാണ് വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇടപെടൽ കേരള പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിദ്രുതമായി തന്നെയാണ് ഇത്തരത്തിൽ പോലീസ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. ക്യാമറമാൻ സുനിലിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.